Hi students, today we are going to start with a new topic, that is soil pollution. ഇപ്പം ലാസ്റ്റ് 2 ക്ലാസ്സിലായിട്ട് നമ്മൾ വാട്ടർ പൊല്യൂഷനും അതുപോലെ തന്നെ എയർ പൊല്യൂഷനും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് സോയിൽ പൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു എന്താ പറയുന്നത് എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു ലാൻഡിലേക്ക് വന്ന് കംപ്ലീറ്റ് വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു ഫിഗറാണ്. അത് അങ്ങനെ ഡംപ് ചെയ്യുന്ന അതിനെ നമ്മൾ സോയിൽ പൊല്യൂഷൻ എന്ന് പറയും അല്ലേ. നമ്മുടെ നമ്മൾ വെജിറ്റേഷൻ ഒന്നും ചെയ്യാത്ത വെറുതെ കിടക്കുന്ന തരിശു ഭൂമികളിൽ ഇതുപോലെയുള്ള വേസ്റ്റുകൾ, അത് ഇൻഡസ്ട്രിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ വീടുകളിൽ നിന്നായിക്കോട്ടെ ഉള്ള വേസ്റ്റുകളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഈ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഭൂമിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവിടെ ആ സ്ഥലം മുഴുവൻ വേസ്റ്റുകളാൽ എന്താ പറയുക ഫില്ല് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലാൻഡ് ഫില്ലിങ്, ഡംപിങ് എന്ന പേരുകളിലൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വേസ്റ്റുകളെല്ലാം കൂടെ വെറുതെ കിടക്കുന്ന ലാൻഡിലേക്ക് വന്ന് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ ഡംപ് ചെയ്യുക, അതൊക്കെയാണ് ലാൻഡ് ഫില്ലിങ്, ഡംപിങ് എന്നൊക്കെ പറയുന്നത്. അതെല്ലാം എന്തിനു കാരണമാണ്? സോയിൽ പൊല്യൂഷന് കാരണമാണ്. കാരണം മണ്ണിലേക്കാണ് ഈ പറയുന്ന എല്ലാ വേസ്റ്റുകളും കൊണ്ടുവിടുന്നത്. അപ്പോൾ എന്തൊക്കെ വേസ്റ്റ് അതിലുണ്ടാകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് വേസ്റ്റുകൾ തന്നെ കാണും. ചിലത് ബയോളജിക്കൽ കാണും, ചിലത് ബയോളജിക്കൽ അല്ലാത്തത് കാണും. അപ്പോൾ ബയോളജിക്കലായിട്ടുള്ളതാണെങ്കിൽ പ്രശ്നമില്ല, കാരണം അത് മണ്ണിൽ തന്നെ ലയിച്ച് ഡികമ്പോസ് ചെയ്ത് പൊക്കോളും. പക്ഷേ ഏറ്റവും അധികം വേസ്റ്റുകളും ഇങ്ങനെ ബയോളജിക്കൽ അല്ലാത്തതാണ്. അപ്പോൾ അത് നമ്മുടെ സോയിലിൽ കടന്നു കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. സോയിൽ പൊല്യൂഷൻ refers to a contamination of soil with enormous concentration of toxic substance. It is a serious environmental concern since it harbors many health hazards. അപ്പോൾ സോയിൽ പൊല്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്. ഈ സോയിലിലേക്ക് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ അതിൻ്റെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത് വിഷമയമായ സബ്സ്റ്റൻസിനെയൊക്കെ നമ്മൾ സോയിലിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സോയിലിൽ അതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ കൂടി വരുന്നതിനെയാണ് നമ്മൾ സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ഹെൽത്ത് ഹസാർഡസിന് കാരണമാകുന്ന ഒരു പ്രക്രിയ കൂടിയാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സ്പോഷർ ടു സോയിൽ കണ്ടെയ്നിങ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ബെൻസീൻ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് കോൺട്രാക്റ്റിംഗ് ലുക്കീമിയ. അതായത് ഈ നമ്മുടെ ഡംപ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനകത്ത് ബെൻസീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിൻ്റെ കണ്ടൻറ്റ് കൂടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ അല്ലെങ്കിൽ അത് കിടക്കുന്ന സൈഡിലൂടെ നമ്മൾക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലോ അല്ലെങ്കിൽ അത് അറ്റ്മോസ്ഫിയറിൽ ലയിച്ചു കഴിഞ്ഞാലോ അത് നമ്മൾ ഇൻഹെയിൽ ചെയ്താലോ ലുക്കീമിയ എന്ന് പറയുന്ന അസുഖം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഡംപ് ചെയ്യുന്ന വേസ്റ്റിനകത്ത് ബെൻസീൻ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലുക്കീമിയ വരാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. When the concentration of one or more such toxic substance is high enough to cause damage to living organism, the soil is said to be contaminated. അപ്പോൾ ഇതുപോലുള്ള ഒന്നിലധികമോ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന് കാരണമാകുന്ന രീതിയിൽ, ലിവിങ് ഓർഗാനിസത്തിന് ഹെൽത്ത് ഇഫക്ട്സിന് കാരണമാകുന്ന രീതിയിൽ ഇങ്ങനെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അതിനെയാണ് നമ്മുടെ സോയിലിനകത്ത്, മണ്ണിലെ കാര്യമാണ് പറയുന്നത്, അതിനെയാണ് നമ്മൾ കണ്ടാമിനേറ്റഡ് സോയിൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മണ്ണ് നാശപ്പെടുന്ന രീതിയിലുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പം നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഹെൽത്തിന് അഫക്റ്റ് ചെയ്യുന്നത് ബാഡായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരു ഹെൽത്തിന് ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ സോയിലിൽ ഒന്നിലധികമോ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഒരു അളവിൽ അധികമായി ധാരാളമായി കൂടി വരുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് സോയിൽ കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സോയിൽ പൊല്യൂഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ദ റൂട്ട് കോസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഈസ് ഓഫൺ വൺ ഓഫ് ദ ഫോളോവിങ്: അഗ്രികൾച്ചർ, എക്സസീവ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, പുവർ മാനേജ്മെൻറ്റ് ഓർ ഇൻഎഫിഷ്യൻറ്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. അഗ്രികൾച്ചർ. അപ്പോൾ അഗ്രികൾച്ചർ എങ്ങനെ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു? എക്സസീവ് ഓർ ഇംപ്രോപ്പർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. നമ്മുടെ അഗ്രികൾച്ചറിനെ നമുക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെസ്റ്റിസൈഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഒന്നെങ്കിൽ ഇംപ്രോപ്പറായിട്ട് നമ്മൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എക്സസ് ഓഫ് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് വഴി സോയിൽ പൊല്യൂഷന് കാരണമാകാം. പിന്നെ എക്സസീവ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് സോയിൽ പൊല്യൂഷൻ കാരണമാകാം. പുവർ മാനേജ്മെൻറ്റ് ഓർ ഇൻസഫിഷ്യൻറ്റ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. അത് ശരിയായ രീതിയിൽ വേസ്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യാതെ ആസിറ്റീസ് അതിനെ കൊണ്ട് ഡംപ് ചെയ്യുക,
അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ഡിസ്പോസൽ, ശരിയായ രീതിയിൽ അതിനെ കവർ ചെയ്യാതെ കൊണ്ട് ഡംപ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളതും ഈ സോയിൽ പൊല്യൂഷന് കാരണമായിട്ട് വരാം. വാട്ട് ആർ ദ പൊല്യൂട്ടൻസ് ദാറ്റ് കണ്ടാമിനേറ്റ് സോയിൽ? ഇനി എന്തൊക്കെയാണ് നമ്മുടെ സോയിലിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ്? സം ഓഫ് ദ മോസ്റ്റ് ഹസാർഡസ് സോയിൽ പൊല്യൂട്ടൻസ് ആർ സിനോബയോട്ടിക് സബ്സ്റ്റൻസ് ദാറ്റ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ നേച്ചർ ആൻഡ് ആർ സിന്തസൈസ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. അപ്പം നമ്മുടെ സോയിൽ പൊല്യൂട്ടൻസിൽ ഏറ്റവും ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ സിനോബയോട്ടിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി സിനോബയോട്ടിക്സ് എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറലി ഒക്കറിങ് അല്ലാതെ മാൻ മെയ്ഡായിട്ട് ഉണ്ടായി വരുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സിനോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ദ ടേം സിനോബയോട്ടിക് ഹാസ് ഗ്രീക്ക് റൂട്ട്സ് സിനോസ് ആൻഡ് ബയോസ്. പിന്നെ അതിൻ്റെ മീനിങ് അതൊരു ഗ്രീക്ക് വേർഡാണ്. സിനോസ് എന്ന് വെച്ചാൽ ഫോറിനർ, ബയോസ് എന്ന് വെച്ചാൽ ലൈഫ്. സെവറൽ സിനോബയോട്ടിക്സ് ആർ നോൺ ടു ബി കാർസിനോജൻസ്. അപ്പം ചില സിനോബയോട്ടിക്സിന് നമ്മൾ കാർസിനോജൻസ് എന്നാണ് പറയുന്നത്. കാർസിനോജൻസ് എന്ന് വെച്ചാൽ ക്യാൻസർ കോസിങ്, അതായത് ക്യാൻസർ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് വിളിക്കുന്നത്. ദ ഇലുസ്ട്രേഷൻ ഡീറ്റെയിലിംഗ് മേജർ സോയിൽ പൊല്യൂട്ടൻസ് ഈസ് പ്രൊവൈഡഡ് ബിലോ. അപ്പോൾ ഇവിടെ ഒരു ഇലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അളവ്, നമ്മുടെ സോയിൽ പൊല്യൂട്ടൻസിൻ്റെ അളവ്. ഏറ്റവും എന്താ പറയുന്നത്, അറൗണ്ട് 31% നമ്മുടെ സോയിൽ പൊല്യൂട്ടൻസിൽ എന്തായിരിക്കും? ഹെവി മെറ്റൽസ് ആയിരിക്കും. പിന്നെ 42% ഹൈഡ്രോ കാർബണുകൾ, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്, കാർബണും ഹൈഡ്രജനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് 42% കാണും. പിന്നെ അറൗണ്ട് 20% മിനറൽ ഓയിൽ, അതെല്ലാം എന്താണ്? സോയിൽ പൊല്യൂട്ടൻസ് ആണ്. പിന്നെ 7% അതേഴ്സ്, ഇത് മൂന്നും അല്ലാണ്ട് മറ്റെന്തൊക്കെ പൊല്യൂട്ടൻസ് വരാമോ അത് 7%-ലും കാണും. അപ്പോൾ ഏറ്റവും കാരണമായിട്ടുള്ളത് സിനോബയോട്ടിക്സ് ആണ്. കാരണം സിനോബയോട്ടിക്സിൽ തന്നെ കാർസിനോജൻസും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് ആർ ഫൗണ്ട് ഇൻ കണ്ടാമിനൻറ്റ് സോയിൽ. അപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലിൽ പല ടൈപ്പിലുള്ള പൊല്യൂട്ടൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഹെവി മെറ്റൽസ്, അതായത് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് സോയിൽ പൊല്യൂട്ടൻ്റ് ആണ്. ദ പ്രസൻസ് ഓഫ് ഹെവി മെറ്റൽസ് സച്ച് ആസ് ലെഡ് ആൻഡ് മെർക്കുറി ഇൻ അബ്നോർമൽ high concentrations in soil can cause to become highly toxic to human beings. Some metals that can be classified as soil pollutants are tabulated below. അതായത് ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് നമ്മുടെ സോയിലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ടോക്സിക് ആയിട്ടുള്ള ഇഫക്റ്റുകൾ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പം അത് ഹൈ കോൺസെൻട്രേഷനിൽ ഇത്തരത്തിലുള്ള ഹെവി മെറ്റലുകളെ കണ്ടാൽ മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു ത്രെറ്റായിട്ട് മാറുന്നത്. അപ്പം സോയിൽ പൊല്യൂഷന് കാരണമാകുന്ന കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഹെവി മെറ്റൽസിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആർസനിക്, മെർക്കുറി, ലെഡ്, ആൻറ്റിമണി, സിങ്ക്, നിക്കൽ, കാഡ്മിയം, സെലീനിയം, ബെറിലിയം, താലിയം, ക്രോമിയം ആൻഡ് കോപ്പർ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഹെവി മെറ്റൽസ് ആയിട്ടുള്ള സോയിൽ പൊല്യൂട്ടൻസ് ആണ്. These metals can originate from several sources such as mining activities, agriculture activities, electronic waste and medical waste. ഇനി എങ്ങനെയാണ് ഈ പറയുന്ന ഹെവി മെറ്റൽസിൻ്റെയൊക്കെ പ്രസൻസ് സോയിലിൽ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, മൈനിങ് ആക്ടിവിറ്റീസ്, നമ്മൾ ഓരോന്നിനെ ഭൂമിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് നമുക്ക് കളക്ട് ചെയ്യുന്ന ഇതിൽ കിട്ടണമെന്നില്ല, കുറച്ചൊക്കെ സോയിലിൽ വീണ് പോകാം. അപ്പോൾ മൈനിങ് ആക്ടിവിറ്റീസ് എന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക് വേസ്റ്റ്, ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഹെവി മെറ്റൽസ് പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ യൂസ്, ഡ്രഗ്സിൻ്റെയൊക്കെ യൂസിൽ നിന്നും. അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്, ബിക്കോസ് പെസ്റ്റിസൈഡ്സിനകത്തൊക്കെ നമ്മൾ ഈ പറയുന്ന ഹെവി മെറ്റൽസിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്ന വഴി അഗ്രികൾച്ചറൽ സൈഡിൽ നിന്നും ഹെവി മെറ്റൽസ് സോയിലിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്ത പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. Polycyclic aromatic hydrocarbons, often abbreviated to PAHs, are organic compounds that contain only carbon and hydrogen atoms, contain more than one aromatic ring in their chemical structures. ഇനി പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് വെച്ചാൽ അതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അതിനകത്തൊരു അരോമാറ്റിക് റിങ്, അറ്റ്ലീസ്റ്റ് 1 അരോമാറ്റിക് റിങ്ങെങ്കിലും PAHSനകത്ത് കാണും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് അല്ലെങ്കിൽ PAHs എന്ന് പറയുന്നത്. Some examples of PAHs include naphthalene, anthracene and phenylene. Exposure
two polycyclic aromatic hydrocarbon have been linked to several forms of cancer. These organic compounds can also cause cardiovascular diseases in humans. അപ്പം ചില PAHs കോമൺ ആയിട്ടുള്ള PAHസിൻ്റെ എക്സാമ്പിൾസ് ആണ് നാഫ്തലിൻ, ആന്ത്രസിൻ, ഫിനാലിൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് നമ്മൾ ക്യാൻസർ കോസിംഗ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസുകളും ഹ്യൂമൻസിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ PAHസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ സോയിലിൽ കൂടിക്കൂടി വന്നാൽ. Soil pollution due to PAHs can be sourced to coke processing, vehicle emission, cigarette smoke and extraction of shale oil. അതായത് എങ്ങനെയാണ് ഇനിയും സോയിലിലേക്ക് ഈ പോളിസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സ് വരുന്നതെന്നുള്ളത്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ കോൾ പ്രോസസ്സിങ്, കൽക്കരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വരാം, വെഹിക്കിൾ എമിഷൻ വാഹനങ്ങളിൽ നിന്നും വരാം, അതുപോലെ തന്നെ ഷെയിൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വരാം, സിഗരറ്റ് സ്മോക്കിൽ നിന്നും വരാം. ഇനിയും ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്നും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ദ ഡിസ്ചാർജ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു സോയിൽസ് ക്യാൻ റിസൾട്ട് ഇൻ സോയിൽ പൊല്യൂഷൻ. The discharge of industrial waste into soils can result in soil pollution. അതായത് ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വേസ്റ്റുകൾ സോയിലിൽ വന്ന് വീഴുന്നതിനും ഫലമായിട്ടാണ് സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. സം കോമൺ സോയിൽ പൊല്യൂട്ടൻസ് ദാറ്റ് ക്യാൻ ബി സോഴ്സ്ഡ് ഇൻ ടു ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ആർ ലിസ്റ്റഡ് ബിലോ. ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന പൊല്യൂട്ടൻസ്, സോയിൽ പൊല്യൂഷൻസിന് കാരണമാകുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. Chlorinated industrial solvents, dioxins produced from the manufacture of pesticides and incineration of wastes, plasticides or dispersant polychlorinated biphenyls. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതാണ്. മെയിൻലി ക്ലോറിൻ കണ്ടെയ്ൻഡ് കോമ്പൗണ്ട്സ് ആണ് സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത്. The petroleum industry creates many petroleum hydrocarbon waste products. Some of these wastes are benzene, methyl benzene known as carcinogenic in nature. ഇനി പെട്രോളിയം ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു മേജർ വേസ്റ്റാണ് പെട്രോളിയം ഹൈഡ്രോകാർബൺസ്. അതിനകത്ത് ബെൻസീൻ, മിഥൈൽ ബെൻസീൻ അതുപോലുള്ളതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതൊക്കെ സോയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മിഥൈൽ ബെൻസീനൊക്കെ നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യൂ. ഇനി അടുത്ത പെസ്റ്റിസൈഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് യൂസ് ടു കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പെസ്റ്റ്. കോമൺ ടൈപ്പ് ഓഫ് പെസ്റ്റിസൈഡ്സ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ ഇൻക്ലൂഡ് ഹെർബിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫംഗിസൈഡ്സ്. പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ പെസ്റ്റുകളെ, അതായത് കീടങ്ങളെ കൊല്ലുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച നശിപ്പിക്കുന്നതിനോ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കോമൺ ആയിട്ട് 3 ടൈപ്പിലുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ട്: ഹെർബിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫംഗിസൈഡ്സ്. ഹെർബിസൈഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ നാശത്തിന് അല്ലെങ്കിൽ അതിൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹെർബിസൈഡ്സ്. ഇൻസെക്ടിസൈഡ്സ് എന്ന് വെച്ചാൽ ഇൻസെക്റ്റുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഫംഗിസൈഡ്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗീസ് ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗിസൈഡ്. However, the unintentional diffusion of pesticides into the environment, commonly known as pesticide drift, poses a variety of environmental concerns such as water pollution, soil pollution. Some important soil contaminants found in the pesticides are listed below. അതായത് ഇങ്ങനെ ധാരാളമായിട്ട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചാൽ അത് വാട്ടർ പൊല്യൂഷനും കാരണമാകുന്നുണ്ട്, സോയിൽ പൊല്യൂഷനും കാരണമാകുന്നുണ്ട്. അപ്പോൾ പെസ്റ്റിസൈഡ്സിൽ നിന്നും സോയിൽ പൊല്യൂട്ടൻസ് ആയിട്ട് വരുന്ന എന്തൊക്കെയാണെന്നുള്ള താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹെർബിസൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സോയിൽ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്? ട്രൈഅസൈൻസ്, കാർബമേറ്റ്സ്, അമൈഡ്സ്, അലിഫാറ്റിക് ആസിഡ്, ഫിനോ ഓക്സി ആൽക്കൈൽ ആസിഡ്സ്. അപ്പോൾ ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? ഇതുപോലുള്ള ഹെർബിസൈഡ്സിനകത്തു നിന്നും വരുന്ന സോയിൽ പൊല്യൂട്ടൻസ് ആണ്. ഇനിയും ഇൻസെക്ടിസൈഡ്സിനകത്തു നിന്ന് വരുന്ന എന്തൊക്കെയാണ്? ഓർഗനോഫോസ്ഫേറ്റ്സ്, ക്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ്, ആർസനിക് കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആൻഡ് പൈരത്രം. ഇനി ഫംഗിസൈഡ്സ്, മെർക്കുറി കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, thiocarbamates, copper sulfate. These chemicals pose several health risks to humans. Examples of health hazards related to pesticides include diseases of the central nervous system, immune system disease, cancer and birth defects.
അപ്പം ഈ പെസ്റ്റിസൈഡ്സിൽ നിന്നും വരുന്ന സോയിൽ പൊല്യൂട്ടൻസിൻ്റെ മൂലം നമുക്ക് എന്ത് ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാവാമെന്ന് ചോദിച്ചാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ തന്നെ അതിന് അഫക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത, ക്യാൻസർ, അതുപോലെ തന്നെ ബർത്ത് ഡിഫക്റ്റുകളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്? ഹ്യൂമൻ ഹെൽത്തിന് മേൽ സോയിൽ പൊല്യൂഷൻ്റെ ഇഫക്റ്റ് എന്താണ്? The contaminants found in the polluted soil can enter human bodies through several channels such as nose, mouth or skin. Exposure to such soils can cause a variety of short-term health problems such as headache, coughing, chest pain, nausea and skin or eye irritation. Prolonged exposure to contaminated soil can lead to the depression of central nervous system and damages to vital organs such as liver. Long-term exposure to polluted soil has also been linked to a cancer in humans. അപ്പം നമ്മളുടെ എന്ത് എഫക്റ്റാണ് സോയിൽ പൊല്യൂഷൻ നമ്മുടെ ഹെൽത്തിന് കൊടുക്കുന്നുള്ള, ഹ്യൂമൻ ബോഡി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിലിൽ നിന്നും കണ്ടാമിനൻസ് എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പോകാം എന്ന് ചോദിച്ചാൽ, നോസിലൂടെ പോകാം, മൗത്തിലൂടെ പോകാം, അല്ലെങ്കിൽ സ്കിന്നിലൂടെ പോകാം. ഈ 3 ഓർഗൻസിലൂടെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം ഒരുപാട് ഷോർട്ട് ടേം അസുഖങ്ങളും ലോങ് ടേം അസുഖങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വളരെ കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ വളരെ കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു സോയിൽ പൊല്യൂട്ടൻ്റ് ആണ് ഉള്ളിലേക്ക് പോയെങ്കിൽ നമുക്ക് തലവേദന വരാം, കഫിങ് വരാം, ചെസ്റ്റ് പെയിൻ വരാം, നോസിയ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ്, കണ്ണിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കണ്ണിലുള്ള ഇറിറ്റേഷൻസ്, സ്കിന്നിലുള്ള ഇറിറ്റേഷൻസ്, മീൻസ് റാഷസ് ആയിട്ടോ അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് അങ്ങനത്തെയൊക്കെ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള സോയിൽ പൊല്യൂട്ടൻസ് നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് അതിൽ ഒരു ഡിപ്രസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഡിപ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫങ്ഷൻസും നടക്കാതാകും. അതുപോലെ തന്നെ ലിവർ പോലുള്ള ഓർഗാനിസത്തിന് ഡാമേജ് സംഭവിക്കാനുള്ള കാരണം എന്താണ്? ലിവറിൽ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതാണല്ലോ, ഒരു പ്യൂരിഫയർ പോലെ. അപ്പോൾ കിഡ്നി ഉണ്ട്, അല്ലാണ്ട് ലിവറിൽ സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഒരു ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പിന്നെയും ആണെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. How can soil pollution be avoided? Many crucial changes must brought about in order to control soil contamination and soil pollution without making huge compromises on the economy. For example, use of toxic substances in industrial activities are avoided whenever suitable alternatives exist. Also, recycling of waste products will also contribute towards a reduction in the soil contamination due to landfilling. Promoting healthy agriculture practices such as the use of organic manure and organic farming methods can help reduce the amount of chemical fertilizers used in agricultural soil. Efficient and limited use of chemical pesticides must be advocated. ഇനി എങ്ങനെ നമുക്ക് സോയിൽ പൊല്യൂഷനെ അവോയ്ഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിച്ചാൽ നമുക്ക് ഓർഗാനിക് മാനുവേഴ്സ്, ഓർഗാനിക്കായിട്ടുള്ള ഫാമിംഗ് മെത്തേഡ്സ് ഫോളോ ചെയ്യാം, ഓർഗാനിക്കായിട്ട് വരുന്ന വളങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പെസ്റ്റിസൈഡ്സിൽ നിന്നും വരുന്ന സോയിൽ പൊല്യൂട്ടൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രികളിലൊക്കെ ആണെങ്കിലും ഈ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായ രീതിയിൽ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ റീസൈക്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് കുറച്ചുകൂടെ ഇത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഈ സോയിൽ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. What are the environmental remediation process that can be employed to curb the negative effects of soil pollution? The contaminated soil can be excavated and transported to remote disposal site. അതായത് എങ്ങനെ നമുക്ക് ഇത് കുറയ്ക്കാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നു. അതായത് ഇപ്പം ഒരു തരത്തിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് വേസ്റ്റുകളും ഉണ്ടാവാറുണ്ട്. കാരണം ഇലക്ട്രോണിക് വേസ്റ്റുകളൊക്കെ റീസൈക്കിൾ ചെയ്താലും ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു ഏരിയ കണ്ടുപിടിക്കുക. അതായത് ആൾക്കാരൊന്നും താമസിക്കാതിരിക്കുന്ന റിമോട്ടായിട്ടുള്ളൊരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക, അതിനെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ശരിയായ രീതിയിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ശരിയായ രീതിയിൽ തന്നെ കൊണ്ടതിനെ ഡിസ്പോസ് ചെയ്യുക. Thermal remediation of contaminated soils, which involves heating up in soil in order to vaporize the volatile toxic pollutants.
അപ്പോൾ ചൂടടിച്ച് ഇപ്പം ചില കെമിക്കൽ ചൂടടിച്ച് കഴിഞ്ഞാൽ അത് വോളറ്റൈലായിട്ടുള്ള പൊല്യൂട്ടൻസ് ചൂടടിച്ച് കഴിഞ്ഞാൽ അത് വേപ്പറൈസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. വിത്ത് ആ ടോക്സിക്കോട് കൂടി തന്നെ ആയിരിക്കും അത് വേപ്പറൈസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു അറ്റ്മോസ്ഫിയർ, അപ്പോൾ പിന്നെ സോയിലിൽ നിന്ന് അത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനിലേക്ക് എത്തുവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സോയിൽ ഡീകണ്ടാമിനേഷൻ വിയ സർഫാക്റ്റൻ്റ് ലീച്ച്. സർഫാക്റ്റൻ്റ് ഒക്കെ നമ്മൾ ലീച്ച് ചെയ്ത് കഴിയുമ്പോഴും സോയിൽ കണ്ടാമിനേഷനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ്ലി സോയിൽ പൊല്യൂഷനെ പറ്റി പറയുന്നതാണ്. അതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനിയും അടുത്ത നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന ഒരു പോർഷനാണ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ, these are plants used in agriculture, the DNA of which has been modified using genetic engineering methods. അപ്പം നോർമൽ പ്ലാന്റ്സിൽ നിന്നും ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൽ നമ്മുടെ ഒരു ജനറ്റിക് എൻജിനീയറിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ പ്ലാന്റിൻ്റെ DNA എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. അപ്പോൾ DNA ആണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ DNAയിലാണ് നമ്മളിതിൻ്റെ മോഡിഫിക്കേഷൻ നടത്തുന്നത്. Plant genomes can be engineered by physical methods or by use agrobacterium for the delivery of sequence hosted in tDNA binary vectors. നമ്മൾ tDNAയിൽ ആണ് ഇതിൻ്റെ ചേഞ്ച് വരുത്തുന്നത്. In most cases, the aim is to introduce new trait to the plants which does not occur naturally in the species. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നാച്ചുറലി ഒക്കർ ചെയ്യാത്ത പ്ലാന്റ്സിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതൽ വിളകൾ തരുന്ന ക്രോപ്സ് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോസസ്സ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഇൻ ഫുഡ് ക്രോപ്സ് ഇൻക്ലൂഡ് റെസിസ്റ്റൻസ് ടു സർട്ടൻ പെസ്റ്റ് ഡിസീസസ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, reduction of spoilage, resistance to chemical traits, example resistance to herbicide, or improving nutrient profile of a crop. ഇനിയും ഫുഡ് ക്രോപ്സിൽ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസാണ്. അതായത് പെസ്റ്റിനെയൊക്കെ ആ പ്ലാന്റ് തന്നെ സ്വയം പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുക, ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഇപ്പം ചൂട് വന്നാൽ തണുപ്പ് വന്നാൽ, അപ്പോൾ അതിനെല്ലാം റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഇൻബോണായിട്ട് അല്ലെങ്കിൽ ആ പ്ലാന്റിന് കിട്ടുക. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക. അപ്പം ഇൻബോണായിട്ട് കുറേ റെസിസ്റ്റിംഗ് പവറുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാന്റ്സിനെയൊക്കെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് എടുക്കുന്നത്. Examples in non-food crops include production of pharmaceutical agents, biofuels and other industrially useful goods as well as for bioremediation. അപ്പം നോൺ ഫുഡ് ക്രോപ്സിനെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നതെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പം ഫാർമസ്യൂട്ടിക്കൽ ഏജൻറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, ബയോഫ്യൂവൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്ന ടൈപ്പിൽ ഉള്ളതിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് നോൺ ഫുഡ് ക്രോപ്സിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ജനറ്റിക് എൻജിനീയറിംഗ് അപ്ലൈ ചെയ്യുന്നത്. Genetically engineered crops have genes added or removed using genetic engineering techniques originally include gene gun, electroporation, micro injection and agrobacterium. അപ്പോൾ ഇതൊക്കെയാണ് 4 ടെക്നിക്കുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ജനറ്റിക്കലി എൻജിനീയർഡ് ക്രോപ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 4 ടെക്നിക്കുകളാണ് നോർമലി നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. more recently CRISPR and Talon offered much more precise and convenient editing techniques. അപ്പോൾ ഈ 2 ഓർഗനൈസേഷൻസ് ആണ് അതും കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഈ ജീൻ ഗൺ, ഇലക്ട്രോപോറേഷൻ, മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് അഗ്രോബാക്ടീരിയം എന്ന് പറയുന്ന 4 ടെക്നിക്കുകൾക്ക് പുറമെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടും കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ റീസെൻ്റ്ലി അവർ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മെയിൻലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ 4 ടെക്നിക്കുകളാണ്. അതിൽ ജീൻ ഗൺ, also known as bioballistic shot, directly high energy particles or radiation against target genes into plant cells. It is the most common method. അപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജീൻ ഗൺസ് എന്ന് പറയുക. DNA is bound to tiny particles of gold or tungsten which are subsequently shot into plant tissues or single plant cells under high pressure. The accelerator particles penetrate both the cell walls and membranes. അതായത് നമ്മൾ
ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ ടങ്സ്റ്റൻ്റെ ഒക്കെ പാർട്ടിക്കിൾസിനകത്തേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട DNA എന്ത് ചെയ്യുന്നു, ടൈ ചെയ്യുന്നു. ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ്റെ പാർട്ടിക്കിൾസിനോട് കൂടി നമുക്ക് ഏത് ചെടിയിലേക്കാണോ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട ഏത് DNA ആണോ ആ DNA എടുത്തിട്ട് അണ്ടർ ഹൈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഗണ്ണാണല്ലോ, അപ്പോൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വരുന്ന ഈ DNA അലോങ് വിത്ത് ദ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ മെംബ്രെയിൻസിലേക്കും നമ്മുടെ സെൽ വോളിലേക്കും എന്ത് ചെയ്യുന്നു, പെനട്രേറ്റ് ചെയ്ത് പോകുന്നു. കാരണം വളരെ ഫാസ്റ്റിൽ വരുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അതിനെ തുളച്ച് കയറാനായിട്ട് സാധിക്കുന്നു. ദ DNA സെപ്പറേറ്റ്സ് ഇൻ ദ മെറ്റൽ ആൻഡ് ഈസ് ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു പ്ലാന്റ്സ് DNA ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, DNA എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിനകത്ത് പോയി കഴിഞ്ഞാൽ മെറ്റലുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ന്യൂക്ലിയസിനുള്ളിലേക്ക് DNA പോവുകയും മെറ്റൽസ് അവിടെ തിരിച്ചു വരികയും ചെയ്തു. ദ മേജർ തിരിച്ചു വരുന്നതല്ല, അതവിടെ നിൽക്കുന്നു. ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പ്രൊസീജിയർ ഈസ് ദാറ്റ് സീരിയസ് ഡാമേജ് ക്യാൻ ബി ഡൺ ടു ദ സെല്ലുലാർ ടിഷ്യൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സെല്ലുലാർ ടിഷ്യൂവിന് നാശം സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈ ജീൻ ഷൂട്ട് ഗൺസിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ജീൻ ഗൺസിൽ ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗൺ ചെയ്യുവാണ്, അത് ഷൂട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ്റെ പാർട്ടിക്കിൾസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ട DNA വെച്ചിട്ട് നമ്മൾ അണ്ടർ ഹൈ പ്രഷറിൽ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വളരെ സ്പീഡിൽ പോകുന്ന പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇതിന് സെൽ ബോൾസിലും മെംബ്രെയിൻസിലും ഒക്കെ പെനട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എന്നിട്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മെറ്റൽ പാർട്ടിക്കിളുമായിട്ട് DNA വേർതിരിയും. എന്നിട്ട് DNA ന്യൂക്ലിയസിൻ്റെ അകത്തേക്ക് പോകും, ഫർദർ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ സെല്ലുലാർ ടിഷ്യൂവിന് ഇത് ഡാമേജ് സംഭവിക്കും. ഇനിയും അടുത്തൊരു ടെക്നിക്കാണ് അഗ്രോബാക്ടീരിയം എന്ന് പറയുന്നത്. അഗ്രോബാക്ടീരിയ ആർ നാച്ചുറൽ പ്ലാന്റ് പാരസൈറ്റ്സ്. അപ്പം നാച്ചുറൽ പ്ലാന്റ് പാരസൈറ്റിനെ വിളിക്കുന്ന പേരാണ് അഗ്രോബാക്ടീരിയ. Their natural ability to transfer gene provides another engineering method. അതായത് ഇതിന് നാച്ചുറലി ജീനിനെ എന്ത് ചെയ്യാൻ സാധിക്കും, പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട് ഈ അഗ്രോബാക്ടീരിയത്തിന്. To create a suitable environment for themselves, these agrobacteria insert their genes into plant host, resulting in a proliferation of modified plant cells near the soil level. The genetic information of tumor growth is encoded on a mobile circular DNA fragments. When agrobacterium infects the plant, it transfers this tDNA to random site in the plant genome. When used in genetic engineering, the bacterial tDNA is removed from the bacterial plasmid and replaced with the desired foreign gene. അതായത് അഗ്രോബാക്ടീരിയത്തിന് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നാച്ചുറലി അതിനൊരു എബിലിറ്റി ഉണ്ട്. അപ്പം അതിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യും, അവ തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നത് അപ്പോൾ അതിന് സ്യൂട്ടബിളായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അത് തന്നെ ക്രിയേറ്റ് ചെയ്യും. അഗ്രോബാക്ടീരിയം ഇൻസേർട്ട് ദെയർ ജീൻസ് ഇൻ ഹോസ്റ്റ് പ്ലാന്റ്സ്. അതായത് ഹോസ്റ്റ് ആവുന്ന പ്ലാന്റ് ഏതാണോ അതിനുള്ളിലേക്ക് ഈ അഗ്രോബാക്ടീരിയം തന്നെ ആ ജീനിനെ ഇൻസേർട്ട് ചെയ്യും. റിസൾട്ടിങ് ഇൻ എ പ്രൊലിഫിക്കേഷൻ ഓഫ് മോഡിഫൈഡ് പ്ലാന്റ് സെൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സെല്ല് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ദി ജനറ്റിക് ഇൻഫോർമേഷൻ ഫോർ ട്യൂമർ ഗ്രോത്ത് ഈസ് എൻകോഡഡ് ഓൺ ദ മൊബൈൽ സർക്കുലർ DNA ഫ്രാഗ്മെൻറ്റ്. അപ്പം എന്തെങ്കിലും ട്യൂമേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറ്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടും, DNA ഫ്രാഗ്മെൻറ്റ്സിലൂടെ കിട്ടും. വെൻ അഗ്രോബാക്ടീരിയം ഇൻഫെക്റ്റ് ദ പ്ലാന്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റിന്മേൽ അഗ്രോബാക്ടീരിയം അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, tDNA ടു എ റാൻഡം സൈറ്റ് ഇൻ ദ പ്ലാന്റ് ജീനോം. അതായത് അതിൻ്റെ tDNA എന്ത് ചെയ്യും, കറക്റ്റ് മറ്റേ പ്ലാന്റിൻ്റെ ജീനോമിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. വെൻ യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ദ ബാക്ടീരിയൽ DNA is removed from the bacterial plasmid and replaced with the desired foreign gene. The bacterium is a vector enabling transportation of foreign genes into the plant. അപ്പോൾ വേറെ ജീൻസിനെയൊക്കെ പ്ലാന്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു ബാക്ടീരിയത്തിനുള്ള കഴിവുണ്ട്. ദിസ് മെത്തഡ് വർക്ക്സ് എസ്പെഷ്യലി വെൽ ഫോർ ഡൈക്കോട്ടിലിഡസ് പ്ലാന്റ് ലൈക്ക് പൊട്ടറ്റോസ്, ടൊമാറ്റോസ് ആൻഡ് ടുബാക്കോ. അപ്പോൾ ഇതുപോലുള്ളതിൻ്റെയൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ്, അതായത് പൊട്ടറ്റോസ്, ടൊമാറ്റോസ്, ടുബാക്കോസിൻ്റെയൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അഗ്രോബാക്ടീരിയം എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അഗ്രോബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഈസ് ലെസ് സക്സസ്ഫുൾ ഇൻ ക്രോപ്സ് ലൈക്ക് വീറ്റ് ആൻഡ് മെയ്സ്. അപ്പം വീറ്റിൻ്റെയും മെയ്സിൻ്റെയും കേസിലാണെങ്കിൽ ഈ ഒരു രീതി അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല. അടുത്ത
ഇലക്ട്രോപോറേഷൻ ഈസ് യൂസ്ഡ് വെൻ ദ പ്ലാന്റ് ടിഷ്യൂ ഡസ് നോട്ട് കണ്ടെയ്ൻ സെൽ വാൾ. അപ്പോൾ എപ്പോഴാണ് ഇലക്ട്രോപോറേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സെൽ വാൾ ഇല്ലാത്ത പ്ലാന്റിൽ മാത്രമായിരിക്കും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് ടെക്നിക്, അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ DNA enters the plant cells through miniature pores which are temporarily closed by electric pulses. അപ്പം നമ്മൾ ഒരു ഇലക്ട്രിക് പൾസസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും ഇലക്ട്രോപോറേഷൻ ടെക്നിക്കിൽ. അപ്പോൾ അന്നേരം ഈ സെൽ വാളിലുള്ള മിനിയേച്ചർ പോറ്, ധാരാളം സുഷിരങ്ങൾ കാണുമല്ലോ സെല്ലിനകത്ത്. അപ്പോൾ സെല്ലിനകത്ത് ധാരാളം സുഷിരങ്ങൾ കാണും. ആ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്തു പോകുന്നു, ഈ DNA എൻ്റർ ചെയ്ത് സെല്ലിനകത്തേക്ക് പോകുന്നു. അടുത്ത മൈക്രോ ഇഞ്ചക്ഷൻ ഈസ് യൂസ് ടു ഡയറക്റ്റ്ലി ഇഞ്ചെക്ട് ഫോറിൻ DNA ഇൻ ദ സെൽസ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ സെല്ലിനകത്തേക്ക് നമ്മുടെ ഈ ഫോറിൻ DNA ഇഞ്ചെക്റ്റ് ചെയ്ത് ഉള്ള മെത്തേഡാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 മെത്തേഡുകളാണ് മെയിനായിട്ടും ഈ ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ 4 ടെക്നിക്കുകളും ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും, മോഡിഫൈഡ് പ്ലാന്റ്സ്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നന്നായിട്ട് വളരുന്നുണ്ട്. രണ്ടിലും സെയിം കണ്ടീഷനിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് കൂടുതൽ വളർച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മോഡിഫൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റ്സിന് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ധാരാളമായിട്ട് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം ഇത്രയുമാണ് നിങ്ങളുടെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, നോട്ട്സും കൂടെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിച്ചു പോകാനും കൂടെ ട്രൈ ചെയ്യും. Okay, thank you students.